ഹലോ, എല്ലാവർക്കും ചാരു എസ് പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതിയുടെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ മാരുതി ഡിസയറിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം. അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൾ ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. മാരുതിയുടെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ആദ്യത്തെ വാഹനമാണ് കേട്ടോ ഈ ഒരു ഡിസയർ. കണ്ണടപ്പിക്കുന്ന മോഡലുമായിട്ടാണ് ഡിസയർ ഇറക്കിയിരിക്കുന്നത്. ഇനി വരുന്ന മാർക്കറ്റുകളിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള വാഹനങ്ങൾ ഇറക്കിയാലേ മതിയാവുള്ളൂ എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടതായിരിക്കാം. എന്തായാലും ഈ ഒരു വാഹനത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3995 കേട്ടോ. അത്യാവശ്യം ഇത്തിരി നല്ല ലെങ്ത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഇറക്കിയിരിക്കുന്നതും. അതേപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1735. ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1525 കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2450. ടേൺ റേഡിയസ് അത് 4.8 വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 163 mm കേട്ടോ. ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി സാധാരണ വാഹനങ്ങൾക്കുള്ളതുപോലെ തന്നെ 5 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നിലവിൽ. അടുത്തത് പറയേണ്ടത് ഈ ഒരു വാഹനത്തിന് ഇലക്ട്രിക് സൺറൂഫോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം നിലവിൽ ഇറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് 7 കളറ് അവൈലബിൾ ആണ്. VXi മോഡലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിലവിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലോജൻ ആണ് ഈ ഒരു ഹെഡ്ലൈറ്റ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ലൊരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാണുന്നത്. ഇതാണ് ഹാലോജൻ്റെ. ഇത് ഇൻഡിക്കേഷൻ ലാമ്പാണ്. അതിൻ്റെ പാർക്കിംഗ് ലാമ്പും അതിൻ്റെ ഒരു തൊട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ക്രോമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ക്രോമാണ്. അതിൻ്റെ തൊട്ട് താഴെ സ്റ്റീലിൻ്റെ ഒരു ലൈനും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ബമ്പറിൻ്റെ അവിടെ നിന്ന് ഒരു കട്ട് മാർക്ക് വന്ന് ആ ഒരു കട്ട് മാർക്ക് നേരെ ബോണറ്റിൻ്റെ ഒരു സൈഡിലേക്ക് പോയി നേരെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അത് കാണാൻ നല്ലൊരു രസമുണ്ട് കേട്ടോ. ഇതുവരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫുള്ളൊരു ബ്ലാക്ക് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഇതും കാണുന്നത്. അതേപോലെ തന്നെ ഇതൊരു ലോങ് സൈറ്റിൽ നിന്ന് നമ്മൾക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു വാഹനം ശരിക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മുഖഭംഗിയാണ് ഈ ഒരു വാഹനത്തിന് കാണാൻ സാധിക്കുന്നത്. ഇത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ തൊട്ട് താഴെയാണ് ഫോഗ് ലാമ്പ്. ഈ ഒരു ഫോഗ് ലാമ്പ് ഇവിടെ നിലവിലില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4410 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അഡീഷണൽ ആയിട്ട് ആക്സറീസ് ആയിട്ട് ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സൈഡ് വ്യൂ ഒന്ന് നോക്കുന്ന സമയത്ത് ആ ഫെൻഡറിൻ്റെ അവിടെ നിന്ന് 2 കട്ട് മാർക്ക് പോകുന്നുണ്ട് കേട്ടോ. അത് നേരെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വന്ന് പാതി വെച്ച് ആ ഒരു കട്ട് മാർക്ക് നിലവിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു മാർക്കിലാണ് അത് പോകുന്നത്. അത് നേരെ ബാക്ക് ഡോറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വീണ്ടും 2 കട്ട് മാർക്കായിട്ട് പോകുന്നുണ്ട്. അത് ബാക്കിലെ ഒരു ഡിക്കിയുടെ ആ സ്ഥലത്തേക്കും പിന്നെ ഒരു ടൈലാമ്പിലേക്കാണ് അത് പോകുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതും കാണാനായിട്ട് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ തൊട്ട് താഴെ ഡോറിൻ്റെ ഒരു ഭാഗത്തും നമുക്ക് കാണാം ഒരു കട്ട് മാർക്കായിട്ട് കാണാൻ സാധിക്കും. പറഞ്ഞു വരുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂ ഒന്നും സൈഡ് വ്യൂ ഒന്നും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വാഹനം. അത് പറയാതിരിക്കാൻ വയ്യ. അതേപോലെ തന്നെ ഇതിന് സൈഡ് ഇൻഡിക്കേഷൻ ലാമ്പും കൂടി വരുന്നുണ്ട്. ആ ഒരു മിററിൽ ഹോൾഡിങ് ടൈപ്പോട് കൂടിയിട്ടാണ് ഇതും വരുന്നത് കേട്ടോ. ഈ വാഹനത്തിൻ്റെ ടയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 2 ടൈപ്പിലാണ് അത് കൊടുത്തിരിക്കുന്നത് ടയർ. അത് ഡിസ്ക് ഒന്ന് സ്റ്റീൽ ടൈപ്പും പിന്നെ ഒന്ന് അലോയ് വീലുമാണ്. ഇതിൽ അലോയ് വീലിൽ ടയർ സൈസ് പറയുന്നത് 185/65/15 ഇതിൻ്റെ സ്റ്റീലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 165/80/14 കേട്ടോ ടയർ സൈസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ടയറിൻ്റെ ഒരു സൈസും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു ടൈലാമ്പാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്.
ഒരു 3D ട്രിനിറ്റി റിയർ ലാമ്പാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതൊരു ഇൻഡിക്കേഷൻ ലാമ്പാണ്. ഒരു സെപ്പറേറ്റ് ബൾബ് കൊടുത്ത് അത് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ക്രോമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ബ്ലാക്ക് ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ക്രോമാണ്. അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു ലൈനും കൂടി പോകുന്നുണ്ട്. അതും ഇതിനൊരു മാറ്റ് കൂട്ടുന്നുണ്ട്. ഈ റിയർ ബമ്പറിൻ്റെ താഴിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാം സെൻസറാണ് റിവേഴ്സിൻ്റെ 1, 2, 3, 4 സെൻസറാണ് ഈ ഒരു വാഹനത്തിന് നിലവിൽ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിക്കിയുടെ മേലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഡിസയർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഒരൊറ്റ ഇത് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ സ്പോയിലറാണ്. എല്ലാ വേരിയൻറ്റിനും ഈ ഒരു സ്പോയിലർ നിലവിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്റ്റോപ്പ് ലാമ്പ് ആ ഒരു ഗ്ലാസിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡീഫോഗും നമുക്കിതിന് അവൈലബിൾ ആണ്. എല്ലാ വാഹനത്തിനും ഡീഫോഗും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കിതിൻ്റെ സൈഡ് വ്യൂന്നും ബാക്ക് വ്യൂന്നും ഫ്രണ്ട് വ്യൂന്നും നോക്കുന്ന സമയത്ത് പറയാതിരിക്കാൻ വയ്യ, അത്ര ക്യൂട്ടായിട്ടാണ് ഈ ഒരു വാഹനം നിലവിൽ ഇറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ആൻറ്റിന നമ്മൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ സാധിച്ചു. അതും ഇതിനൊരു ഭംഗി കൂട്ടുന്നുണ്ട്. സാധാരണ നമ്മളെ ഇറങ്ങുന്ന ബലീനോ അങ്ങനെയുള്ളൊരു വാഹനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു നീളത്തിലുള്ള ഒരു ആൻറ്റിനയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഫ്ലാറ്റ് ആൻറ്റിന നൽകിയത് എന്തായാലും നന്നായിട്ടുണ്ട്. 9 വേരിയൻറ്റിലാണ് ഈ നിലവിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. LXi, VXi, ZXi, ZXi പ്ലസ്, VXi 1.2L AGS, ZXi 1.2L AGS, ZXi പ്ലസ് 1.2L AGS, VXi CNG, ZXi CNG എന്നീ വേരിയൻറ്റിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഏറ്റവും ലോ പ്രൈസ് എന്ന് പറയുന്നത് 6,79,000 അതിൽ ഹയസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10,14,000 രൂപയാണ്. ഇത് എക്സ് ഷോറൂം പ്രൈസാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ വിപണിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം ഏറ്റവും ലോ പ്രൈസിൽ ഈ ഒരു വാഹനമായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ താഴെ മെസ്സേജായിട്ട് ഞങ്ങൾക്ക് അയക്കാം. എന്തായാലും ഇതിൻ്റെ ഡിക്കി സ്പേസ് നമ്മൾക്കൊന്ന് നോക്കാം കേട്ടോ. ഡിക്കി ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നാലും അത്യാവശ്യം ലഗേജ് എല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് പോകാം. ഇതിൻ്റെ ലിറ്റർ എന്ന് പറയുന്നത് 382 ലിറ്ററാണ്. നമ്മുടെ പഴയ ഡിസൈറിൻ്റെ അത്ര സ്പേസ് ഇല്ല. എന്തായാലും ഇതിൻ്റെ ഒരു മേലെ ഒരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഡിക്കും തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇതാണ് ട്രൂള്, സ്പെയർ വീലിൻ്റെ ട്രൂളുകളാണ് ഈ കാണുന്നത്. ഈ ഒരു മാറ്റ് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എൻ്റെ സ്പെയർ വീലും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏകദേശം ഈ ഒരു ഡിക്കിയുടെ സ്പേസ് എന്ന് പറയാനായിട്ട്. ഇനി നമ്മൾക്ക് എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിലേക്കൊന്ന് പോകാം. ഈ ഒരു വാഹനത്തിൻ്റെ ഉൾവശത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഡോർ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതിൽ ഡബിൾ കളറായിട്ടാണ് കാണുന്നത്. ഒരു ക്രീം കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറായിട്ടാണ്. ഈ ഒരു ഡോറിൽ നമുക്ക് കാണാൻ പറ്റും ഒരു സ്പോഞ്ച് പോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ മാരുതി വാഹനങ്ങളിൽ കാണുന്ന അതേപോലെ തന്നെ പവർ വിൻഡോ സ്വിച്ച്, അതേപോലെ തന്നെ ഹോൾഡ് അപ്പിൻ്റെ ഒരു സ്വിച്ച്, മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡോർ പേഡിൽ ഒരു ക്രീം കളറായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പേഡും കൂടി നൽകിയിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം 1 ലിറ്റർ ബോട്ടിൽ വെള്ളം വയ്ക്കാൻ പാകത്തിനുള്ള ഒരു സ്പേസ് നിലവിൽ നൽകിയിട്ടുണ്ട്. ഒരു സ്പീക്കറും കൂടി കാണാം. മൊത്തം 4 സ്പീക്കറാണ് ഈ ഒരു വാഹനത്തിന് നിലവിൽ വരിക. പിന്നെ ഈ ഡ്രൈവർ സൈഡ് നമ്മളൊരു സീറ്റിൽ കാണുന്ന സമയത്ത് ഒരു 2 ലിവർ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് മേലോട്ടും താഴോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഒന്ന് നമുക്ക് സീറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതും ഒരു 2 ലിവറായിട്ട് അത് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മാരുതി വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു എയർ ബാഗ്, ആ ഒരു ഹോണിൻ്റെ ഒരു പാഡിൽ കാണാം. ഇത് സ്റ്റീരിയോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ്. അതേപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും കാണാം. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ കൂടി കാണാം. പിന്നെ നമുക്കിതിൽ ബ്ലൂടൂത്തിൻ്റെ വോയിസ് കൺട്രോളും കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു 3 സ്വിച്ച് ആ ഒരു ഇതിൻ്റെയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റീരിയോയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു VXC മോഡലാണ്. അതുകൊണ്ട് ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. ടച്ച് സ്ക്രീനാണ് കേട്ടോ. നമ്മൾ ഫുൾ ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രി ക്യാമറയോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ്. നമ്മുടെ ബലീനോ അങ്ങനെയുള്ള വണ്ടികൾക്ക് ഇറങ്ങാതിരിക്കുന്ന ആ ഒരു മോഡലായിരിക്കും. നല്ല ഭംഗിയാണ് അതും കാണാൻ. പിന്നെ ഇത് കാണുന്നതിൻ്റെ ആസാഡ് സ്വിച്ചാണ്. ടേൺ റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളൊരു സ്വിച്ചും കൂടി ഇതിൻ്റെ സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് കാണുന്നത് AC വെൻ്റാണ്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണുന്നത് AC കൺട്രോൾ മോഡ്യൂളാണ്. ഇതിലാണ് നമുക്ക് ഈ AC കൂട്ടാനും കുറയ്ക്കാനും
ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു മോഡുകളാണ്. നല്ല ക്യൂട്ടായിട്ടാണ് ഇതും കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു പാനലാണ് ഇതും കാണാൻ സാധിക്കുന്നത്. ഇത് AC ഓൺ ചെയ്യാം, ഇത് AC ഓഫ് ചെയ്യാം. ഇത് കൺട്രോളാണ്. AC ഫാനിയുടെ എത്രത്തോളം കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നതാണ്. ഇതിൽ ഡീഫോഗയുടെ ഹീറ്റിംഗ് കൂടി ഈ ഒരു മോഡ്യൂളിൽ തന്നെ വരുന്നുണ്ട്. ഇതാണ് AC കുറിച്ചിട്ട് പറയാനുള്ളത്. AC മോഡ്യൂളിൻ്റെ തൊട്ട് താഴെ USB-യുടെ ഒരു കേബിളിൻ്റെ ഒരു പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് മൊബൈൽ ചാർജിൻ്റെ ഒരു പോർട്ടും കൂടി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഓട്ടോ വയർലെസ് ചാർജും കൂടി ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും 2 ചെറിയ ബോട്ടിലോ എന്തെങ്കിലും നമ്മൾക്ക് അതിൽ വെക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസും കൂടി ഇതിൽ നിലവിലുണ്ട്. ഇതിൽ നമുക്ക് ഒരു ഡാഷ് ബോർഡിൽ കാണുന്നുണ്ട് ഒരു സെപ്പറേറ്റ് ഒരു ക്രീം കളറിൻ്റെ ഒരു ലൈനും കൂടെ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതും കാണാനായിട്ട്. അതേപോലെ തന്നെ ഗ്ലോ ബോക്സ് തുറന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് തന്നെയാണ് ഇതും ഇവിടെ കാണാൻ സാധിക്കുന്നത്. സേഫ്റ്റിയുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 6 എയർ ബാഗാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു മോഡലിൽ ഇറങ്ങുന്ന എല്ലാ വേരിയൻറ്റിലും 6 എയർ ബാഗ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് സ്റ്റിയറിംഗ് വീലിൽ ഒന്ന് കാണാം, അതേപോലെ തന്നെ ഡാഷ് ബോർഡിൽ ഒരു എയർ ബാഗ് കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ഈ ഒരു പാസഞ്ചർ സൈഡ് ഇരിക്കുന്ന ആ ഒരു പാനലിലും ഒരു എയർ ബാഗ് ഉണ്ട്. അതേപോലെ തന്നെ ഡ്രൈവർ സൈഡ് കാണുന്ന ഒരു പാനലിലും എയർ ബാഗ് കാണാം. അതേപോലെ തന്നെ ഡ്രൈവർ സൈഡ് ഫ്രണ്ട് സീറ്റിലെ ഒരു എയർ ബാഗാണ് ഇത് കണ്ടോ, ഈ സീറ്റിലാണ് എയർ ബാഗ് കാണുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡും അതേപോലെ ഒരു എയർ ബാഗുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗത്ത് ഈ കാണുന്നത് ESPയുടെ ഒരു സ്വിച്ചാണ്. നമുക്കത് ആവശ്യാനുസരണം അത് ഓണും ഓഫ് ചെയ്യാം. ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് ഓട്ടോ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു സ്വിച്ചാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ഹെഡ് ലൈറ്റ് ഫോക്കസിംഗ് ആണ്. നമുക്ക് ആവശ്യാനുസരണം അതും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ റൂം ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റും സാധാരണ മാരുതി വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രൽ വ്യൂ മിററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവൽ ടൈപ്പാണ് ഇതും കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ സൺഗാർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു മിററും കൂടി നൽകിയിട്ടുണ്ട് പാസഞ്ചർ സൈഡ്. ഡ്രൈവർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു മിറർ ഇതിൽ കാണുന്നില്ല. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ഓപ്ഷനൊക്കെ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് നോക്കാം. നോക്കി നമ്മൾ ഡോർ തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബാക്ക് സീറ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബാക്ക് സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഇത്തിരി ചുരുക്കിയിട്ടുണ്ട് കേട്ടോ ബാക്ക് സീറ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തിരി നല്ല ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാർക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലൊന്നും മുട്ടാതിരിക്കാൻ മുട്ടില്ല, അത്രത്തോളം സ്പേസ് അതിന് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിന് ബാക്കിൽ ഒരു AC വെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടി നൽകിയിട്ടുണ്ട്. ഇതിന് USB-യുടെ 2 പോർട്ടും കൂടി അതിന് നൽകിയിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിൽ ഒരു സെൻറ്റർ കാണാൻ പറ്റുന്നത് ഹാൻഡ് റെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമുക്ക് 1 ലിറ്റർ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം. നമ്മുടെ ആവശ്യാനുസരണം എന്ത് വേണമെങ്കിലും അതിൽ വെച്ച് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രത്തോളമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾവശം പരിചയപ്പെടാനുള്ളത്. ഇനി നമുക്ക് ഒരു ഇഞ്ചൻ റൂം ഒന്ന് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എത്രത്തോളം ഇഞ്ചിൻ്റെ പെർഫോമൻസ് ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഇഞ്ചൻ നൽകിയിരിക്കുന്നത്. 3 സിലിണ്ടർ ഇഞ്ചനാണ് കേട്ടോ. അപ്പോൾ 3 സിലിണ്ടർ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു വാഹനത്തിന് പിക്കപ്പ് ലോയോ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അത് മാറ്റിക്കോളൂ. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1200 cc ഇഞ്ചനാണ്. ഈ ഒരു വാഹനം നമ്മൾക്ക് പെട്രോളും CNGയിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് പെട്രോളിലും 37 ലിറ്ററാണ്. അതേപോലെ തന്നെ CNGയിലാണെന്നുണ്ടെങ്കിൽ 55 ലിറ്റർ വരുന്നുണ്ട്. CNGയുടെ മൈലേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞ് നെട്ടിപ്പോകും കേട്ടോ. 1 ലിറ്റർ CNGയിൽ നമുക്ക് ഓടാൻ കഴിയുന്നത് 33.73 1 ലിറ്ററിലാണെന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ നമുക്ക് പെട്രോളിലാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ 24.79 1 ലിറ്ററിൽ. അതേമാതിരി AMTയിലാണെന്നുണ്ടെങ്കിൽ 25.71 നമുക്ക് മൈലേജ് വരിക. അപ്പോൾ മാരുതിയും നല്ല മൈലേജോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം നിലവിൽ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്.
മാക്സിമം പവർ എന്ന് പറയുന്നത് ഇതിന് 60 kV ആണ്. 5700 RPM-ലാണ്. ഇത് പെട്രോളിനാണ്. അതേപോലെ നമുക്ക് CNG-യിലാണെന്നുണ്ടെങ്കിൽ 51.3 kV ആണ്. അത് RPM പറയുന്നത് 5700 RPM-ൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് പെട്രോളിൽ 111.7 Nm ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ CNG-യിൽ വരുന്ന സമയത്ത് 101.8 Nm ന്യൂട്രൺ മീറ്റർ ആണ്. ഇത് RPM എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിന് നിലവിൽ മാനുവൽ ടൈപ്പും MT ടൈപ്പും നിലവിൽ വാഹനം അവൈലബിൾ ആണ്. നമുക്ക് CNG-യിൽ ഇതിൽ ഓട്ടോമാറ്റിക് ഗിയർ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. അടുത്ത വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.